വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിവിടെ വരിക തന്നെ ചെയ്യും. അപ്പോൾ മെട്രോ, കേരയിൽ, വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ ഒടുക്കത്തെ ആ മഞ്ഞക്കുറ്റി ഒടുവിൽ റവന്യൂ വകുപ്പ് തന്നെ ഊരി മാറ്റാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ആശ്വാസം ചെറുതൊന്നുമല്ല. സിൽവർ ലൈൻ പായും, കേരയിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല മെട്രോ, ഒരു നല്ല കേരയിൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ നാട് നീളെ കൊണ്ടുപോയി നാട്ടിയ ഈ മഞ്ഞക്കുറ്റികൾ കാരണം ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ആലോചിച്ചാൽ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. സ്വന്തം വീട്ടുപറമ്പിലോ അടുക്കളയിലോ ഒരു മഞ്ഞക്കുറ്റി മുളച്ചു പൊന്തുമ്പോൾ തുടങ്ങിയതാണ് പലരുടെയും കഷ്ടകാലം. ഒരു കഷ്ണം സ്ഥലം വിൽക്കാൻ നോക്കിയാൽ വാങ്ങാൻ വരുന്നവൻ പറയും, അയ്യോ ചേട്ടാ, ഇവിടെ കേരളിന്റെ കുറ്റിയിരിപ്പുണ്ടല്ലോ, നാളെ അവർ വന്ന് എടുത്തോണ്ട് പോകും എന്ന്. സ്വന്തം ആവശ്യത്തിന് ഒരു ബാങ്കിൽ പോയി ലോൺ ചോദിച്ചാൽ മാനേജർ പറയും, സ്ഥലം കൊള്ളാം, പക്ഷെ ആ മഞ്ഞക്കുറ്റി ഇരിക്കുന്നത് കൊണ്ട് ലോൺ തരാൻ തൽക്കാലം നിവൃത്തിയില്ല. അങ്ങനെ സ്വന്തം ഭൂമിയിൽ മേൽ ഒരവകാശവും ഇല്ലാതെ വിൽക്കാനും പണയം വെക്കാനും പറ്റാതെ എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ഈ ഒരൊറ്റ കുറ്റി കാരണം വഴിമുട്ടിപ്പോയത്. വലിയ ശാസ്ത്രീയ പഠനങ്ങളോ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങൾ കുറ്റിയടിക്കും എന്ന് വാശി പിടിച്ച കഴിഞ്ഞ സർക്കാരിന്റെ ആ നടപടി വലിയൊരു ദുരന്തമായാണ് ജനങ്ങൾ അനുഭവിച്ചത്. കോടികൾ മുടക്കി നാട് നീളെ കോൺക്രീറ്റ് കുറ്റികൾ വാങ്ങി നാട്ടിയതല്ലാതെ പദ്ധതി എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ കടക്കണിയിലും ആശങ്കയിലും ആക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി ഔദ്യോഗികമായി ഉപേക്ഷിക്കാനും ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കാനും എടുത്ത തീരുമാനം ശരിക്കും ഒരു വലിയ ആശ്വാസമാണ്. ഈ നടപടിയിലൂടെ ഭൂമി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമിക്ക് മേൽ വീണ്ടും പൂർണ്ണമായ സ്വാതന്ത്ര്യം, അവകാശം അത് തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ആ മഞ്ഞക്കുറ്റികളെല്ലാം റവന്യൂ വകുപ്പ് തന്നെ മാറ്റിക്കൊള്ളും. എന്തായാലും ആ കുറ്റികൾ മാറ്റി കിട്ടുന്നതോടെ ജനങ്ങളുടെ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകും. വൈകിയാണെങ്കിലും ബുദ്ധി ഉദിച്ചതിനും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിയതിനും ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഈ തുടക്കവേളയിലെങ്കിലും നന്ദി പറയുന്നുണ്ട് ജനം. കാരണം ഒരുപാട് പേരുടെ കല്യാണം മുടങ്ങി, ഒരുപാട് പേരുടെ എന്തൊക്കെയോ മുടങ്ങി, എന്തെല്ലാം കടക്കണികൾ, എന്തെല്ലാം ആത്മഹത്യകൾ. വീട് ചാടിക്കടന്ന്, വേലി ചാടിക്കടന്ന് അടുക്കള ചവിട്ടിപ്പൊളിച്ച് അടുക്കളയുടെ ഉള്ളിൽ അവിടെയാണ് കുറ്റി നാട്ടേണ്ടത് എന്ന് വാശി പിടിച്ച ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. കതക് ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ ഹാളിന്റെ ഒത്ത നടുക്കാണ് കുറ്റിയുടെ സ്ഥാനം, അവിടെയാണ് നാട്ടേണ്ടത് എന്ന് പറഞ്ഞ തമാശകളും അക്കാലത്തുണ്ടായിരുന്നു. അത് പിണറായി കാലത്തെ തമാശ, ഇത് വി.ഡി. സതീശൻ കാലത്തെ യാഥാർത്ഥ്യം. Different angles. Don't forget to subscribe and support this channel.